ഹലോ ലേണേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്ന് കേട്ടിട്ടിലെ സയൻസിലെ ഒരു പുതിയ മൊഡ്യൂളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം നമ്മുടെ മൊഡ്യൂളിൻ്റെ പേരാണ് വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. അപ്പം നമുക്ക് തോന്നും എന്തിൻ്റെ വർഗീകരണം അല്ലെങ്കിൽ എന്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നല്ലേ. അപ്പം നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഈ പിക്ചർ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഭൂമിയിലുള്ള ജന്തുജീവജാലങ്ങളുടെ ഒരു പൈ ചാർട്ടാണ്. നമ്പർ ഓഫ് ഓർഗാനിസംസ് അല്ലേ. അപ്പം കാണാം ജന്തുക്കൾ ഏകദേശം 1.56 ദശലക്ഷം ജന്തുക്കൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അതേപോലെ സസ്യങ്ങൾ, ഫംഗസ്, ബാക്ടീരിയ, ആർക്കിയ, പ്രൊട്ടിസ്റ്റുകൾ, അങ്ങനെ കോടാനുകോടി ജീവജാലങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പം നമുക്ക് തോന്നും ഇത്ര അധികം ജന്തുക്കൾ, ഇത്ര അധികം ജീവികളെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക, അവരുടെ കാര്യം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക. അപ്പം അതിനു വേണ്ടി പഴയ കാലം മുതൽക്ക് തന്നെ നമ്മൾ ഈ ജീവികളെ അവരുടെ സമാനതകളുടെ ബേസിസിൽ അല്ലെങ്കിൽ വ്യത്യാസങ്ങളുടെ ഒരു ബേസിസിൽ അവരെ നമ്മൾ ഒരേ ഗ്രൂപ്പോ വേറെ വേറെ ഗ്രൂപ്പൊക്കെ ആക്കി തിരിച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാനും അവരുടെ ബാക്കി കാര്യങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ജീവികളെ അവരുടെ സിമിലാരിറ്റീസിൻ്റെയും ഡിഫറൻസിൻ്റെയും ബേസിസിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, ആ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്, എന്താണ് അതിൻ്റെ മാനദണ്ഡം, അത്തരത്തിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ, ഈ മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ BC കാലഘട്ടം മുതൽക്ക് തന്നെ, BC കാലഘട്ടം മുതൽക്ക് എന്ന് പറയുമ്പോൾ വളരെ പണ്ട് മുതൽക്ക് തന്നെ ആൾക്കാർ ഇതേപോലെ അവർക്ക് പരിചയമുള്ള ജീവികളെയും ജന്തുക്കളെയും സസ്യങ്ങളെയൊക്കെ അവർക്ക് അറിയുന്ന മാനദണ്ഡങ്ങൾ വെച്ചിട്ട് വിവിധ തരം ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അരിസ്റ്റോട്ടിലിനെ പറ്റിയിട്ടാണ്. അരിസ്റ്റോട്ടിൽ എല്ലാവർക്കും അറിയാം അല്ലേ. അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പരിചയമുള്ള ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ വേർതിരിച്ചു. എങ്ങനെയാണ് വേർതിരിച്ചത്? ജീവികളെ ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തമില്ലാത്തവ. പഴയ കാലഘട്ടമാണല്ലേ. അപ്പം ഇന്നത്തെ പോലെ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളൊന്നും അന്നില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം വെച്ചിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. അപ്പോൾ ആരാണ് തരംതിരിച്ചത്? അരിസ്റ്റോട്ടിൽ. പേര് മറക്കരുത്, അരിസ്റ്റോട്ടിൽ. അപ്പം അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് തരംതിരിച്ചത്? അരിസ്റ്റോട്ടിലിനെ കഴിഞ്ഞ് വന്ന വേറൊരു സയൻറ്റിസ്റ്റാണ് ജോൺ റേ. എന്താ പേര്? ജോൺ റേ. ഈ ജോൺ റേ എന്താ ചെയ്തത്? അദ്ദേഹം ഈ തരംതിരിക്കുന്നതിനിടയിൽ ഒരു പുതിയൊരു പദം കൊണ്ടുവന്നു. ആ പദം ഏതാണ്? സ്പീഷ്യസ്. എന്താ പദം? സ്പീഷ്യസ്. അദ്ദേഹം കൊണ്ടുവന്ന പദമാണ് സ്പീഷ്യസ്. എന്താണ് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ പശു, കോഴി, പൂച്ച, അങ്ങനെ ഓരോ ജീവികളെയും പറയില്ലേ, ആ ഓരോ ജീവികളും ഓരോ സ്പീഷ്യസുകളാണ്. നമ്മൾ ഓരോ ജീവികളെ അല്ലെങ്കിൽ ഓരോ സസ്യങ്ങളെയും എടുത്തെടുത്ത് പേരെടുത്ത് പറയില്ലേ, അങ്ങനെ ഓരോ ജീവികളെയും വിളിക്കുന്ന പേര് സ്പീഷ്യസ് എന്നാണ്. പശു ഒരു സ്പീഷ്യസാണ്, പൂച്ച ഒരു സ്പീഷ്യസാണ്, പട്ടി ഒരു സ്പീഷ്യസാണ്, മനുഷ്യൻ ഒരു സ്പീഷ്യസാണ്, ചക്ക ഒരു സ്പീഷ്യസാണ്. അങ്ങനെ ഓരോ മരവും അല്ലെങ്കിൽ ഓരോ ചെടി, ഓരോ സസ്യം, ഓരോ ജീവജാലങ്ങളും ഓരോ സ്പീഷ്യസാണ്. അപ്പോൾ ഈ സ്പീഷ്യസ് എന്ന പദം ഈ വർഗീകരണ ശാസ്ത്രത്തിൽ നമുക്ക് അത്രയും പ്രധാനപ്പെട്ടൊരു വാക്കാണ്. ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ റേ ആണ്. അപ്പം അദ്ദേഹത്തിന് ഓർത്ത് വയ്ക്കുക, ജോൺ റേ ഉപയോഗിച്ച വാക്ക് ഏതാണ്? സ്പീഷ്യസ്. അപ്പം ആദ്യം നമ്മൾ അരിസ്റ്റോട്ടിലെ പറഞ്ഞു, അരിസ്റ്റോട്ടിൽ കഴിഞ്ഞപ്പോൾ ജോൺ റേ. അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരാളുണ്ട്, അയാളുടെ പേര് ശ്രദ്ധിക്കുക, തിയോഫ്രാസ്റ്റസ്. എന്താ പേര്? തിയോഫ്രാസ്റ്റസ്. ഈ തിയോഫ്രാസ്റ്റസ് എന്ത് ചെയ്തു? സസ്യങ്ങളെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ തരംതിരിച്ചു. എന്താ ചെയ്തേ? കുറച്ചു മുന്നേ അരിസ്റ്റോട്ടിൽ എന്താ ചെയ്തേ? ജന്തുക്കൾ എന്ത് ചെയ്തു? ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തമില്ലാത്തവ. ഇവിടെ തിയോഫ്രാസ്റ്റസ് സസ്യങ്ങളെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ തരംതിരിച്ചു. മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ. മനസ്സിലായില്ലോ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, തിയോഫ്രാസ്റ്റസ് സസ്യങ്ങളെയാണ്. അങ്ങനെയാണെങ്കിൽ
അടുത്തത് ഏണസ്റ്റ് ഹെക്കൽ. എന്താ പേര്? ഏണസ്റ്റ് ഹെക്കൽ. ആദ്യം പഠിച്ചത് അരിസ്റ്റോട്ടിൽ, രണ്ടാമത് പഠിച്ചത് ജോൺ റേ, മൂന്നാമത് പഠിച്ചത് തിയോഫ്രാസ്റ്റസ്, നാലാമത് പഠിച്ചത് ഏണസ്റ്റ് ഹെക്കൽ. ഏണസ്റ്റ് ഹെക്കൽ എന്ത് ചെയ്തു? ജീവികളെ അനിമേലിയ, പ്ലാന്റ്, പ്രൊട്ടിസ്റ്റ എന്നിങ്ങനെ 3 കിങ്ഡങ്ങളായി തരംതിരിച്ചു. എന്തായിട്ടാണ് തരംതിരിച്ചത്? കിങ്ഡം. അപ്പോൾ ഏതൊക്കെയാണ് കിങ്ഡം? അനിമേലിയ, പ്ലാന്റ്, പ്രൊട്ടിസ്റ്റ. ഈ കിങ്ഡം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? സാമ്രാജ്യം അല്ലേ? അപ്പോൾ അനിമേലിയ പറഞ്ഞ കിങ്ഡത്തിൽ ആരാ വരുന്നുണ്ടാവുക? അനിമേലിയ, അനിമൽസ്, മൃഗങ്ങള്. അനിമേലിയയില് മൃഗങ്ങൾ വരും. പ്ലാന്റേലോ? പ്ലാന്റ്സ് അല്ലേ? പ്ലാന്റ് പറയുമ്പോൾ പ്ലാന്റ്സ് ഓർമ്മ വരുന്നില്ലേ? അപ്പോൾ പ്ലാന്റേല് വരിക ആരാണ്? സസ്യങ്ങളാണ് വരിക. അനിമേലിയയിലെ മൃഗങ്ങള്, പ്ലാന്റേല് സസ്യങ്ങള്. അപ്പൊ പ്രൊട്ടിസ്റ്റേൽ ആരായിരിക്കും വരിക? പ്ലാന്റും അല്ല, അനിമലും അല്ല, അങ്ങനത്തെ ആൾക്കാർ അല്ലേ? അങ്ങനത്തെ ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ കാണുന്ന ഈ കൂണ്, പൂപ്പല്, ഈ ഫംഗസ് എന്നൊക്കെ പറയണവര്, അവര് മൃഗങ്ങളും അല്ല, അത് ജന്തുക്കളും അല്ല, സസ്യങ്ങളും അല്ല. അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിയതാണ് ഏണസ്റ്റ് ഹെക്കൽ പ്രൊട്ടിസ്റ്റ. അപ്പോൾ അനിമേലിയ, പ്ലാന്റ്, പ്രൊട്ടിസ്റ്റ 3 വിഭാഗങ്ങളാക്കിയിട്ട് ആര് മാറ്റി? ഏണസ്റ്റ് ഹെക്കൽ അദ്ദേഹത്തിന് പരിചയമുള്ള മുഴുവൻ ജന്തുജീവജാലങ്ങളെയും അദ്ദേഹം ഈ 3 കിങ്ഡങ്ങളായി തരംതിരിച്ചു. കിങ്ഡം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് അല്ലേ? 3 സെക്ഷനാക്കി തരംതിരിച്ചു. ആ സെക്ഷന്റെ പേരാണ് കിങ്ഡം. അപ്പോൾ 3 കിങ്ഡം ഉണ്ട്: അനിമേലിയ, പ്ലാന്റ്, പ്രൊട്ടിസ്റ്റ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആരുടെ ആയിരുന്നു? ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടിൽ. പിന്നെ ജോൺ റേ എന്ത് വാക്ക് കൊണ്ടുവന്നു? സ്പീഷീസ് എന്ന വാക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞാൽ തിയോഫ്രാസ്റ്റസിൻ്റെ ആയിരുന്നു. പിന്നെ ഏണസ്റ്റ് ഹെക്കൽ പറഞ്ഞു. അവസാനത്തെ ആളാണ് കാൾ ലിനേയസ്. നമ്മൾ കാൾ മാർക്സ് എന്നൊക്കെ കേട്ടു അല്ലേ? അപ്പം ഞാൻ ഓർത്ത് വയ്ക്കുക, കാൾ ലിനേയസ്. അദ്ദേഹം ആധുനികമായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഈ ജീവജാലങ്ങളെ തരംതിരിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം അത് ശാസ്ത്രീയമായ രീതികൾ, വെറുതെ അങ്ങനെ ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തമില്ലാത്തവ അങ്ങനെ കണ്ടതിൻ്റെ പേരിലൊന്നല്ല, അദ്ദേഹം ശാസ്ത്രീയമായ രീതികൾ വെച്ച് അദ്ദേഹത്തിന് പരിചയമുള്ള എല്ലാ ജീവജന്തുജാലങ്ങളെയും എന്താക്കി തരംതിരിച്ചു? വർഗീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കും? ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ആരാണ് പിതാവ്? കാൾ ലിനേയസ്. ഓർത്തു വയ്ക്കുക, കാൾ ലിനേയസ് ഈ വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ കൊണ്ടുവന്നു. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. മനസ്സിലായില്ലോ? അപ്പോൾ ഈ 5 ക്ലാസിഫിക്കേഷൻ, 5 ആൾക്കാരെ പേര് പഠിച്ചുല്ലോ. ആദ്യത്തെ ആള് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? ജീവികളെ ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തം ഇല്ലാത്തവ. അത് കഴിഞ്ഞ ആൾ വന്നു ജോൺ റേ. ജോൺ റേ കൊണ്ടുവന്ന വാക്കാണ് സ്പീഷീസ്. മൂന്നാമത് വന്ന ആളാണ് തിയോഫ്രാസ്റ്റസ്. അദ്ദേഹം എന്ത് ചെയ്തു? സസ്യങ്ങളെ, മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ. പിന്നെ വന്ന ആളാണ് ഏണസ്റ്റ് ഹെക്കൽ. ഏണസ്റ്റ് ഹെക്കൽ എന്ത് ചെയ്തു? 3 കിങ്ഡം അല്ലേ? അനിമേലിയ, പ്ലാന്റ്, പ്രൊട്ടിസ്റ്റ. അത് കഴിഞ്ഞ് വന്ന ആളാണ് കാൾ ലിനേയസ്. കാൾ ലിനേയസ് ആണ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇതുവരെ കിട്ടിയില്ലേ? കിട്ടിയോ? അങ്ങനെ എനിക്ക് അടുത്ത വാക്ക് പറയട്ടെ. അടുത്ത വാക്ക് നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞ വാക്കാണ് ടാക്സോണമി. എന്താണ് ടാക്സോണമി? എന്താണ് ടാക്സോണമി? അപ്പം നമ്മൾ പറഞ്ഞു ഈ ജീവികളെ നമ്മൾ അവരുടെ സമാനതകൾ നോക്കിയിട്ട് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ നോക്കിയിട്ട് തരംതിരിക്കുകയാണ്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ക്ലാസ്സിൽ ഒരു 30 കുട്ടികളുണ്ട്. 15 ആൺകുട്ടികൾ, 15 പെൺകുട്ടികൾ. അപ്പം ഞാൻ പറയുകയാണ് ഈ ക്ലാസ്സിനെ നിങ്ങളുടെ ഇഷ്ടമുള്ള മാനദണ്ഡം വെച്ച് തരംതിരിക്കാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ തിരിക്കാം? ആൺകുട്ടികൾ, പെൺകുട്ടികൾ അങ്ങനെ സെക്ഷനാക്കാം. അല്ലെങ്കിലോ മാർക്കിൻ്റെ ബേസിസിൽ അല്ലേ? A+ കിട്ടിയ ആൾക്കാർ, B+ കിട്ടിയ ആൾക്കാർ, C+ കിട്ടിയ ആൾക്കാർ. അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ ബേസിസിൽ നല്ല ഹൈറ്റുള്ളവർ, ഹൈറ്റ് കുറഞ്ഞവർ, മീഡിയം ഹൈറ്റുള്ളവർ. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം അല്ലേ?
അങ്ങനെ എല്ലാ ജീവജന്തുജാലങ്ങളെയും സമാനതകളുടെ അടിസ്ഥാനത്തിലോ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലോ ഗ്രൂപ്പ് തിരിക്കുന്ന ആ ശാസ്ത്രശാഖയുടെ പേരാണ് ടാക്സോണമി. നമുക്ക് നോക്കാം. ജീവികളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് സമാനതകളും വ്യത്യാസങ്ങളും അടിസ്ഥാനമാക്കി അവയെ തരംതിരിക്കുകയും ശാസ്ത്രീയ നാമങ്ങൾ നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. കിട്ടിയോ? അപ്പോൾ ടാക്സോണമി ആ പേരൊന്ന് പഠിച്ചു വെക്കുക. നമ്മളിങ്ങനെ തരംതിരിക്കുമല്ലോ, ശാസ്ത്രീയമായ അടിത്തറ വെച്ച് നമ്മൾ തരംതിരിക്കുമല്ലോ. ആ തരംതിരിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇത് ടാക്സോണമി. ആ പേരെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ആരായിരിക്കും ആധുനിക ടാക്സോണമിയുടെ പിതാവ്? നമ്മൾ മോള് പറഞ്ഞു അല്ലേ, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? കാൾ ലിനേയസ്. ഈ വർഗീകരണ ശാസ്ത്രത്തിന്റെ വേറെ പേരാണെന്ത്? ടാക്സോണമി. അപ്പൊ ടാക്സോണമിയുടെ പിതാവും ആരാണ്? ടാക്സോണമിയുടെ പിതാവ് കാൾ ലിനേയസ്. ഓർത്ത് വെക്കണം കേട്ടോ. നമ്മൾ ടാക്സോണമി എന്താന്ന് പറഞ്ഞു. ടാക്സോണമിയിൽ ജീവികളെ പല തട്ടുകളിലായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ, ഒരു വീട്, ഒരു വില്ലേജ്, ഒരു ടൗൺ, അങ്ങനെ നമ്മളതിൻ്റെ ഒരു സ്ട്രാക്ട് അല്ലേ. അതുപോലെ തന്നെ ഈ ഡിവിഷനിലും ഈ ജന്തുക്കളെ വർഗീകരിച്ചിരിക്കുന്ന രീതിയിലും ഓരോ ഡിവിഷനുകളുണ്ട്. താഴെ തട്ട് മുതൽക്ക് വലിയ തട്ട് വരെ. അതിലേറ്റവും അടിസ്ഥാനമായ വർഗീകരണ തലമാണ് സ്പീഷീസ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ സ്പീഷീസ്. ആദ്യം വാക്ക് കൊണ്ടുവന്നത് ജോൺറെ, മറക്കരുത്. അപ്പം നമ്മൾ ഓരോ ജീവികളെടുത്ത് പറയില്ലേ, ആ ഓരോ ജീവികളെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് വിളിക്കുക. അപ്പം നോക്കുക, മനുഷ്യൻ, പൂച്ച, നായ, കശുമാവ് എന്നിവ വ്യത്യസ്ത സ്പീഷീസുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ജീവിയും അതാണ് എന്ത്? സ്പീഷീസ്. അപ്പോൾ ഈ വർഗീകരണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഏതാണ്? അടിസ്ഥാന തലം ഏതാണ്? സ്പീഷീസ് ആണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ചിത്രം കണ്ടോ, ഈ ചിത്രം ഈ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ. എല്ലാവരും ചിത്രം നോക്കുക. ഇതാണ് ആധുനിക ശാസ്ത്രീയമായ വർഗീകരണ രീതി. അതിലെ നോക്കുക, ഏറ്റവും താഴെയുള്ളതാണ് സ്പീഷീസ്, ഏറ്റവും മുകളിലുള്ളതാണ് കിങ്ഡം. അപ്പം ശ്രദ്ധിക്കുക, കുറേ സ്പീഷീസുകൾ ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത ഘട്ടമായ ജീനസ് കിട്ടും. കുറേ ജീനസുകൾ ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? ഫാമിലി കിട്ടും. കുറേ ഫാമിലി ചേർന്നാൽ ഓർഡർ, കുറേ ഓർഡർ ചേർന്നാൽ ക്ലാസ്, കുറേ ക്ലാസ് ചേർന്ന ഫൈലം, കുറേ ഫൈലങ്ങൾ ചേർന്ന ഏറ്റവും അവസാനത്തെയാണ് ഇത് കിങ്ഡം. അപ്പോൾ നമ്മൾ പഠിക്കണം സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഒന്നെങ്കിൽ താഴേന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ വർഗീകരണത്തിലെ ഏറ്റവും അടിസ്ഥാന തലം ഏതാണ്? സ്പീഷീസ് ആണ്. ഏറ്റവും മുകളിലെ തലം ഏതാണ്? കിങ്ഡം ആണ്. അപ്പോൾ ഈ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ജീവിയും ഓരോ സ്പീഷീസ് ആണ്. ഏറ്റവും അടിസ്ഥാനം ഓരോ ജീവിയും ഓരോ സ്പീഷീസ്. അതിന് കുറേ ജീവികൾ ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരേപോലത്തെ സ്വഭാവമുള്ള കുറച്ച് ജീവികൾ ചേർന്ന് നമുക്ക് ജീനസ് എന്ന് വിളിക്കാം. വേറെ സ്വഭാവമുള്ളവർ വേറെ ജീനസ്. അങ്ങനെ കുറേ ഒരേപോലത്തെ ജീനസുകൾ ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? ഫാമിലി കിട്ടും. അങ്ങനെ ഒരേ സ്വഭാവമുള്ള ഫാമിലികൾ ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? ഓർഡർ കിട്ടും. ഒരേപോലത്തെ ഓർഡറുകൾ ചേർന്ന് നമുക്ക് ക്ലാസ് കിട്ടും. ക്ലാസ്സുകൾ ചേർന്ന ഫൈലം കിട്ടും. ഫൈലങ്ങൾ ചേർന്ന കിങ്ഡം കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ചുമ്പോൾ പറഞ്ഞു ഏണസ്റ്റ് ഹെക്കലിൻ്റെ കാര്യം അല്ലേ. ഏണസ്റ്റ് ഹെക്കൽ എന്താ ചെയ്ത് 3 കിങ്ഡങ്ങളാക്കി തരംതിരിച്ചിരുന്നു. ഓർമ്മ ഉണ്ടല്ലോ, അനിമേലിയ, പ്ലാന്റ്, പിന്നെ പ്രൊട്ടിസ്റ്റ. ഇത് ഓർത്ത് വയ്ക്കുക. ഇതുമായിട്ട് ബന്ധമില്ല. ഇത് വേറെ വർഗീകരണം, അത് വേറെ വർഗീകരണം. പക്ഷേ എപ്പോഴും അവസാനം ഏതാ വരിക? കിങ്ഡം ആണ് വരിക. ഏറ്റവും മുകളിൽ ഏതാണ്? കിങ്ഡം ആണ്. അപ്പോൾ ഈ ഓർഡർ പഠിച്ചു വെക്കുക. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. അടിയിൽ നിന്ന് മുകളിലേക്ക് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പം. അപ്പോൾ സ്പീഷീസ് തുടങ്ങുക. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഇനി ഓരോ ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പഠിക്കേണ്ടപ്പോൾ ആവശ്യമില്ല. ജസ്റ്റ് ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. നമുക്ക് വേണമെങ്കിൽ ഓരോ ജീവിയുടെയും
ഇത് മൊത്തം പഠിക്കാം. മനുഷ്യൻ്റെ സ്പീഷീസ്, മനുഷ്യൻ്റെ ജീനസ്, മനുഷ്യൻ ഏത് ഫാമിലിയിൽ വരും, മനുഷ്യൻ ഏത് ഓർഡറിലാണ് വരിക, അങ്ങനെ ഓരോന്നും നമുക്ക് പഠിക്കാൻ വേണമെങ്കിൽ. പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ തലങ്ങൾ മാത്രം പഠിക്കുന്നു. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇവിടെ നോക്കണില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഓരോ ഘട്ടം, ഇതിപ്പോൾ കാൾ ലിനേയസ് കൊണ്ടുവന്ന വർഗീകരണമാണ്. ഇത് എത്ര ഘട്ടങ്ങളുണ്ട്? 7 ഘട്ടങ്ങളുണ്ട് അല്ലേ? അടിയത്തെ ഘട്ടം സ്പീഷീസ്, മുകളിലെ ഘട്ടം കിങ്ഡം. ഈ ഓരോ ഘട്ടത്തെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സ. അപ്പോൾ നമ്മുടെ കാൾ ലിനേയസ് കൊണ്ടുവന്ന ഈ ഒരു വർഗീകരണത്തിൽ എത്ര ടാക്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയുക? എത്ര ടാക്സ് ഉണ്ട്? 7 ടാക്സ. ഇതൊരു ടാക്സ, ഇതൊരു ടാക്സ. ഓരോ സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ടാക്സ. അപ്പോൾ സ്പീഷീസ് ഒരു ടാക്സയാണ്, ജീനസ് ഒരു ടാക്സയാണ്, ഫാമിലി ടാക്സയാണ്, ഓർഡർ ടാക്സയാണ്, അങ്ങനെ കിങ്ഡം വരെ ഓരോരോ ടാക്സുകളാണ്. അപ്പോൾ കാൾ ലിനേയസിന്റെ വർഗീകരണത്തിൽ എത്ര ടാക്സ് ഉണ്ട് ചോദിച്ചാൽ എന്താ പറയുക? 7 ടാക്സുകളുണ്ട്. ടാക്സ, ആ പേര് പഠിച്ചു വെച്ചാൽ മതി. അവിടെ കൂടുതലൊന്നും ഇതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല. എന്താണ് ടാക്സ എന്നാണ് അതിൻ്റെ പേരെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം നമ്മൾ തൽക്കാലമുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് 2 വർഗീകരണ രീതിയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഒന്ന് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും. അതായത് മൊത്തമുള്ള ജീവികളെ 2 കിങ്ഡം ആക്കുന്നൊരു ക്ലാസിഫിക്കേഷൻ രീതിയുണ്ട്, അതേപോലെ 5 കിങ്ഡം ആക്കുന്ന ക്ലാസിഫിക്കേഷൻ രീതിയുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു ഒരു 3 കിങ്ഡത്തിൻ്റെ കാര്യം അല്ലേ? അത് പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് 2 കിങ്ഡവും 5 കിങ്ഡവും കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ആദ്യത്തെയാണ് 2 കിങ്ഡം വർഗീകരണ രീതി, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് കൊണ്ടുവന്നത്? കാൾ ലിനേയസ്. അപ്പോൾ ഇത് കണ്ടില്ലേ കിങ്ഡം, ഈ അവസാനത്തെ കിങ്ഡം, ഇത് 2 എണ്ണം ഉണ്ടാവും. 2 കിങ്ഡം ഉണ്ടാവുള്ളൂ. ആ 2 കിങ്ഡത്തിൽ എല്ലാ ജീവികളെയും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാ ഉൾപ്പെടുത്തിയത്? കാൾ ലിനേയസ്. കാൾ ലിനേയസ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പരിചയമുള്ള, അദ്ദേഹത്തിന് അറിയുന്ന എല്ലാ ജീവികളെയും 2 കിങ്ഡത്തിന് താഴെയായിട്ട് ഉൾപ്പെടുത്തി. ഏതൊക്കെയാണ് കിങ്ഡം? അനിമേലിയയും പ്ലാന്റയും. അദ്ദേഹത്തിന് 2 കിങ്ഡമാണ്, അനിമേലിയ, പ്ലാന്റ്. അദ്ദേഹം എന്ത് ചെയ്തു? മൃഗങ്ങളെ മൊത്തം അനിമേലിയ ചേർത്തു, പ്ലാന്റ്സിനെ മൊത്തം പ്ലാന്റിൽ ചേർത്തു. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇത് പോരാന്ന് മനസ്സിലായില്ലേ? കാരണം നമ്മൾ കുറച്ചുമ്പോൾ പറഞ്ഞു ഈ കൂണും പൂപ്പലും പായലും അതൊന്നും പ്ലാന്റ്സിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല, പിന്നെ അനിമൽസിലും പെടുത്താൻ പറ്റില്ല. ബാക്ടീരിയ ഒക്കെ അല്ലേ, ഈ ബാക്ടീരിയ വൈറസ് ഒക്കെ പ്രത്യേക സ്വഭാവമുള്ള ആൾക്കാരാണ്. ഇത് പ്ലാന്റ്സ് എന്ന് പറയാൻ പറ്റില്ല, അനിമൽസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് അന്നത്തെ ഒരു അറിവ് വെച്ചിട്ട്, അന്നത്തെ ഒരു സയൻസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? 2 കിങ്ഡമേ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കിങ്ഡം ഏതൊക്കെയാണ്? അനിമേലിയയും പ്ലാന്റേയും. ആ പേര് ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലായി പരിമിതി ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? അപ്പം എന്തൊക്കെയാണ് പരിമിതി? ബാക്ടീരിയ, പാരമീസിയം, കൂണ്, ഈസ്റ്റ് എന്നീ ജീവികളെ നമുക്ക് ഈ വർഗീകരണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഉറപ്പാണല്ലോ അല്ലേ? കാരണം ബാക്ടീരിയ, പാരമീസിയം, കൂണ്, ഈസ്റ്റ് ഈ ജീവികളൊക്കെ അനിമൽസും അല്ല പ്ലാന്റ്സും അല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർഗീകരണം അതുകൊണ്ട് തന്നെ അധിക കാലം നീണ്ടു നിന്നില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കാൾ ലിനേയസ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് അനിമേലിയ ആൻഡ് പ്ലാന്റ്. 2 കിങ്ഡമാണ് ഉണ്ടായത്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പം നമുക്ക് മനസ്സിലായി ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമുക്ക് എല്ലാ ജീവികളെയും ഉൾപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത്. ഇതിനിടയ്ക്ക് 3 കിങ്ഡം വന്നിട്ടുണ്ട്, 5 കിങ്ഡം ഉണ്ട്, 6 കിങ്ഡം ഉണ്ട്. പക്ഷെ നമുക്കൊന്നും പഠിക്കണ്ട, നമുക്ക് 2ഉം 5ഉം മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കുക. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആളുടെ പേരാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ. എന്താ പേര്? റോബർട്ട് എച്ച് വിറ്റാക്കർ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു 2 കിങ്ഡം പോരാ, നമുക്ക് എത്ര കിങ്ഡം വേണം? 5 കിങ്ഡം വേണം. അപ്പം ഇവിടെ കിങ്ഡത്തിൻ്റെ പേരുകളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഒന്നാമത്തെ പേരെന്താണ്? മുനീറ. ഇതത്ര പരിചയമുള്ള വാക്കുകളായിരിക്കില്ല. ഒന്നാമത്തെ കിങ്ഡത്തിൻ്റെ പേരാണ് മുനീറ. ഫസ്റ്റ് കിങ്ഡം ഏതാണ്? മുനീറ. സെക്കൻഡ് കിങ്ഡം ആണ് പ്രൊട്ടിസ്റ്റ. ഈ പ്രൊട്ടിസ്റ്റ നമ്മൾ കുറച്ച് മുന്നേ കേട്ടിരുന്നു, 3 കിങ്ഡത്തിൽ കേട്ടിരുന്നു. അപ്പോൾ സെക്കൻഡ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. തേർഡ് കിങ്ഡം ഫഞ്ചൈ. ഫോർത്ത് കിങ്ഡം പ്ലാന്റേ. ഫിഫ്ത്ത് കിങ്ഡം അനിമേലിയ. ഈ പ്ലാന്റേയും അനിമേലിയ നമുക്ക് മനസ്സിലായില്ലേ? പ്ലാന്റേ പറഞ്ഞാൽ പ്ലാന്റ്സ്, അനിമേലിയ പറഞ്ഞാൽ അനിമൽസ്.
ബാക്കി മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ ഇത് എപ്പോഴും ഓർഡറിൽ നോക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഈ മൊണീറയെന്ന് അനിമയിലേക്ക് വരുമ്പോൾ ഈ ജന്തുക്കളുടെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ അവരുടെ സങ്കീർണത കൂടിക്കൂടി വരും. മൊണീറ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ലഘുവായ ഏകകോശ ജീവികളൊക്കെ ആയിരിക്കും. പക്ഷെ അനിമേലിയ മൃഗങ്ങൾ അങ്ങനെയാണോ? ഏകകോശമാണോ? ബഹുകോശമാണ് അല്ലേ? ഭയങ്കര സങ്കീർണമായ അവയവങ്ങളും സങ്കീർണമായ വ്യവസ്ഥകളും ഉള്ള ജീവികളാണ്. അപ്പം അടിയിന്ന് ഇതാണ് അടിഭാഗം. മൊണീറയാണ് ഏറ്റവും അടിയിൽ. അപ്പോൾ ഈ മൊണീറയിൽ നിന്ന് അനിമയിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാം കൂടി കോംപ്ലക്സിറ്റി കൂടി വരും. നമ്മൾ എപ്പോഴും ഈ ഓർഡറിൽ പഠിച്ചു വെക്കണം നല്ലത്. മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ റോബർട്ട് എച്ച് വിറ്റാക്കർ. അപ്പം പേരൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് ഡീപ്പായിട്ട് പോണില്ല. പക്ഷേ ഏതൊക്കെ തരം ഓർഗാനിസംസ് ആണ് ഈ ഓരോ കിങ്ഡത്തിലും ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ മുണീറ. മുണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. നമ്മൾ 5 കിങ്ഡവും പറയും. ജസ്റ്റ് 1-2 പോയിന്റ്സ് നമുക്ക് നോക്കി വെച്ചാൽ മതി. ബാക്കിയെല്ലാം എളുപ്പമാണ്. ഈ മുണീറ എന്ന് പറഞ്ഞ ഏറ്റവും ഏറ്റവും ബേസിക് ആയ ജീവികളാണ് മുണീറ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൊണീറകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ്? പ്രോകാരിയോട്ടുകൾ. ഈ വാക്ക് പരിചയമുണ്ടോ? പ്രോകാരിയോട്ടുകൾ എന്ന വാക്ക് പരിചയമുണ്ടോ? പരിചയമില്ലാത്തത് ശ്രദ്ധിക്കുക. പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. അവർക്ക് എന്തില്ല? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. ഞാൻ പറഞ്ഞ അത്രയും ലഘുവായ ജീവിയാണ്. നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കോശത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ആളാണ് ന്യൂക്ലിയസ് അല്ലേ? അപ്പോൾ ഈ മുണീറ പറഞ്ഞ ജീവിക്ക് വ്യക്തമായ ഒരു ന്യൂക്ലിയസ് പോലും ഉണ്ടാവില്ല. അത്രയും ലഘുവായ അത്രയും സങ്കീർണത ഇല്ലാത്തൊരു ജീവിയാണ്. ജീവികൾ വരുന്ന വിഭാഗമാണ്. ഉദാഹരണമാണ് ബാക്ടീരിയ. ബാക്ടീരിയ അത്ര സങ്കീർണമായ ജീവിയല്ല, ഭയങ്കര ലഘുവായ ജീവിയാണ്. അപ്പോൾ മുണീറ എന്ന് പറയുന്ന വിഭാഗത്തിൽ പ്രോകാരിയോട്ടുകളാണ് വരുന്നത്. ഉദാഹരണം ബാക്ടീരിയ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മാത്രമേ പ്രോകാരിയോട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ഭാഗത്തും നോക്കുക യൂകാരിയോട്ട് എന്ന വാക്ക്. യൂകാരിയോട്ട് കണ്ടോ? ബാക്കി എല്ലായിടത്തും യൂകാരിയോട്ടാ. അപ്പം പ്രോകാരിയോട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് യൂകാരിയോട്ട് കേട്ടോ. പ്രോകാരിയോട്ട് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ല, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ യൂകാരിയോട്ട് പറഞ്ഞാലോ വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഇത് ഓർത്തേക്ക് എളുപ്പം. മുണീറയ്ക്ക് മാത്രമാണ് ന്യൂക്ലിയസ് ഇല്ലാത്തത്. ന്യൂക്ലിയസ് ഇല്ല എന്നല്ല, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തവര്. അപ്പൊ അവര് മാത്രം ഏത് വിഭാഗമാണ്? പ്രോകാരിയോട്ട്. ബാക്കി എല്ലാവരും യൂകാരിയോട്ട്. മറ്റേ പ്രോകാരിയോട്ട്, ബാക്കി എല്ലാ ആൾക്കാരും യൂകാരിയോട്ട് കേട്ടോ. യൂകാരിയോട്ടും പ്രോകാരിയോട്ടും. അവിടെ സ്പെല്ലിങ് ഇങ്ങനെ വരിക. യൂകാരിയോട്ടിന്റെ യു വെച്ച് തുടങ്ങുക കേട്ടോ. യൂകാരിയോട്സ് എന്നാണ് വരിക കേട്ടോ. യൂകാരിയോട്ട്, മറ്റേത് പ്രോകാരിയോട്ട്. ഇത് പ്രോകാരിയോട്ട്, ഇവിടെ യൂകാരിയോട്ട്. അപ്പൊ നോക്കുക, മുണീറ എന്ന് പറഞ്ഞ പ്രോകാരിയോട്ടാണ്. ഉദാഹരണം ബാക്ടീരിയ. ഇനി അടുത്തത് പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റ നമ്മൾക്ക് അനിമേലിയ വരെ എന്താണ്? അവർ യൂകാരിയോട്ടാണ്. എല്ലാവരും യൂകാരിയോട്ടാണ്. ഈ പ്രൊട്ടിസ്റ്റ എന്താണ്? ഭയങ്കര സിമ്പിളായ ജീവി തന്നെയാണ്. പക്ഷെ മുണീറയെക്കാട്ടിലും കോംപ്ലക്സിറ്റി കൂടുതലാണ്. ഇവിടെ ഉദാഹരണം അമീബ. അമീബ ഇപ്പം എല്ലാവർക്കും പരിചയം ഉണ്ടല്ലോ അല്ലെ? അമീബേനെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ അമീബ മസ്തിഷ്ക ജ്വരം എല്ലാവർക്കും പരിചയമുള്ള ഒരു അസുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഈ അമീബ ഒരു സിമ്പിളായ ജീവിയാണ്. ഈ അമീബ എന്തിൽ പെടുന്ന ജീവിയാണ്? പ്രൊട്ടിസ്റ്റ എന്ന വിഭാഗത്തിൽ പെടുന്ന ജീവിയാണ് അമീബ. ഒരു ഉദാഹരണം മാത്രം ഓർത്ത് വയ്ക്കുക കേട്ടോ. മൊണീറ, ബാക്ടീരിയ, പ്രൊട്ടിസ്റ്റ, അമീബ. അടുത്തത് ഫഞ്ചൈ. ഫഞ്ചൈ പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ ഫംഗസ് അല്ലെ? ഫഞ്ചൈ പറഞ്ഞ ഫംഗസ്. അപ്പൊ ഫംഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃതഭോജികളാണ്. ഈ മൃതഭോജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ശരീരാവശിഷ്ടങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ചത്ത ജന്തുക്കളെ അല്ലെങ്കിൽ മൃഗങ്ങളെ കഴിക്കുന്ന അല്ലെ? ഈ പൂപ്പലും പായലൊക്കെ എവിടെ ഉണ്ടാവുക? നശിച്ചു തുടങ്ങുന്ന മരങ്ങളിലോ അല്ലെങ്കിൽ ചത്ത ജീവികളുടെ മേലിലൊക്കെയാണ് പൂപ്പലും പായലൊക്കെ ഉണ്ടാവുക. ഈ ജീർണിച്ച അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ ആരാണ്? മൃതഭോജികളായ യൂകാരിയോട്ടുകളാണ്. മൃതഭോജികളായ യൂകാരിയോട്ടുകളാണ് ആര്? ഫഞ്ചൈ. ഉദാഹരണം പഠിക്കാൻ എളുപ്പമാണ്. പൂപ്പല്, അതേപോലെ ഈസ്റ്റ്. പൂപ്പലും അതേപോലെ ഈസ്റ്റും എന്തൊരു ഉദാഹരണമാണ്? ഫഞ്ചൈക്ക് ഉദാഹരണമാണ്. അടുത്തത് പ്ലാന്റ്. അടുത്ത വിഭാഗമാണ് പ്ലാന്റ്.
പ്ലാന്റ് മുതൽക്ക് കോംപ്ലക്സിറ്റി കൂടി, സങ്കീർണത കൂടി. പ്ലാന്റ് എന്താണ്? ഒരു ബഹുകോശ യൂക്കാരിയോട്ടാണ്. പ്ലാന്റ് പറഞ്ഞ ആരാണ്? ബഹുകോശ യൂക്കാരിയോട്ട്. അനിമേലിയം അങ്ങനെ തന്നെയാണ്, ബഹുകോശ യൂക്കാരിയോട്ടാണ്. ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല, ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉദാഹരണങ്ങൾ തന്നെയാണ്. പ്ലാന്റ് പറഞ്ഞാൽ എല്ലാ പ്ലാന്റ്സും വരും, അനിമേലിയ പറഞ്ഞാൽ എല്ലാ അനിമൽസും വരും കേട്ടോ. അപ്പോൾ ഉദാഹരണം ഇവിടെ പറയേണ്ട ആവശ്യമില്ല, ബഹുകോശ ജീവികൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓർത്ത് വെക്കേണ്ട വാക്ക്, ഒരു പ്രോകാരിയോട്ടും ഉണ്ട്, യൂക്കാരിയോട്ടും ഉണ്ട്. പ്രോകാരിയോട്ട് പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല, യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഇത് എളുപ്പമെന്ന് വിചാരിക്കണോ? പേരുകളൊന്നും പഠിച്ചേക്കേണ്ട ആവശ്യമുള്ളൂ. മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ, പിന്നെ പ്രോകാരിയോട്ട്, യൂക്കാരിയോട്ട്. ഉദാഹരണം ഓർക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല വിചാരിക്കണം. മൊണീറയുടെ ഉദാഹരണം ബാക്ടീരിയ, പ്രൊട്ടിസ്റ്റയുടെ ഉദാഹരണം അമീബ, ഫഞ്ചൈ എന്ന് പറയുമ്പോൾ പൂപ്പലും ഈസ്റ്റും. ഇതുവരെ ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാണ് ഏത് കിങ്ഡം ക്ലാസിഫിക്കേഷൻ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആരാണ് കൊണ്ടുവന്നത്? റോബർട്ട് എച്ച് വിറ്റാക്കർ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? കാൾ ലിനേയസ്. ഇത് റോബർട്ട് എച്ച് വിറ്റാക്കർ. പേര് മനസ്സിൽ ഓർപ്പിക്കാട്ടോ, റോബർട്ട് എച്ച് വിറ്റാക്കർ. അപ്പം അദ്ദേഹത്തിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞു, 5 കിങ്ഡം പറഞ്ഞു, ടാക്സോണമി എന്താന്ന് പറഞ്ഞു അല്ലേ? ടാക്സോണമി ആദ്യം പറഞ്ഞു, പിന്നെ 2 കിങ്ഡം പറഞ്ഞു, പിന്നെ 5 കിങ്ഡം പറഞ്ഞു. ഈ മൂന്നും നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞ പോയിന്റ്സ് ആണ്. അപ്പോൾ ഡീപ്പായിട്ട് പോയിട്ടില്ലെങ്കിലും ആ പേരുകളെങ്കിലും, ക്ലാസിഫിക്കേഷൻ്റെ പേരുകളെങ്കിലും ഓർത്ത് വെക്കുക, സയൻറ്റിസ്റ്റിൻ്റെ നെയിമും ഓർത്ത് വെക്കുക കേട്ടോ. നമുക്കിവിടെ അടുത്തൊരു പോയിന്റ് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്, ബൈനോമിയൽ നോമൻക്ലേച്ചർ. ദ്വിനാമ പദ്ധതി. എന്താണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ? ഞാനൊരു ഉദാഹരണം പറയാം. പപ്പായ എല്ലാവരും കഴിക്കുന്ന ഇഷ്ടപ്പെടുന്ന സാധനമാണ് പപ്പായ. ഈ പപ്പായയുടെ മലയാളം പേര് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, കാരണം ഓരോ നാട്ടിലും ഓരോ പേരാണ് അല്ലേ. ഇപ്പം ഞങ്ങളുടെ ഇവിടെ പറയുക കറുവത്തങ്കായ എന്ന് പറയും, വേറെ സ്ഥലത്ത് വേറെ പേരാ പറയുക, കപ്പളങ്ങ, കറുമൂസ, അതൊക്കെ വ്യത്യസ്ത പേരുകളുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്ന പേരും കൊണ്ട് വേറൊരു ജില്ലയിൽ പോയിട്ട് അവിടെ പോയിട്ട് കറുവത്തങ്കായ ഉണ്ടോ ചോദിച്ചാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പം അത് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല, പക്ഷേ സയൻസ് ലെവലിൽ പോകുമ്പോൾ സയൻറ്റിസ്റ്റുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇങ്ങനത്തെ ലോക്കൽ നെയിംസ് ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ പറയുന്ന മാങ്ങയ്ക്ക് പറയുന്ന പേരാവില്ല ജപ്പാനിലോ സ്പെയിനിലോ ഒക്കെ പറയേണ്ടാവുക, വ്യത്യസ്ത പേരുകളായിരിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷനും സയൻറ്റിഫിക് കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാ ജീവികൾക്കും എല്ലാ സസ്യങ്ങൾക്കും ഒരൊറ്റ പേര്, ഒരു സയൻറ്റിഫിക് നെയിം കൊണ്ടുവരണം എന്നൊരു ആശയം വന്നു. ആ ഒരു ആശയം ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ കാൾ ലിനേയസ് തന്നെയാണ്. അദ്ദേഹമാണ് ഓരോ ജീവികൾക്കും ഒരൊറ്റ പേര്, എല്ലായിടത്തും ഒരൊറ്റ പേര് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചത്. അതിൻ്റെ പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. എന്ന് പറഞ്ഞാൽ പേരിടുക. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമായിട്ടുള്ളത്. ദ്വിനാമ പദ്ധതി, എല്ലാ ജീവികൾക്കും 2 പേര് വെച്ചിട്ടുള്ള ഒരു പേര്. ഒരു പേരിൽ 2 ഭാഗം ഉണ്ടാവും, അങ്ങനെ 2 ഭാഗമുള്ള ഒരു പേര് എല്ലാ ജീവികൾക്കും ഉണ്ട്, എല്ലാ സസ്യങ്ങൾക്കും ഉണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജന്തുജാലങ്ങൾക്കും എന്തുണ്ട്? ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രകാരം ഒരു സയൻറ്റിഫിക് നെയിം ഉണ്ട്. അപ്പം നോക്കൂ, ജീവിയുടെ പേരിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. ഒറ്റ പേരല്ല, 2 ഭാഗമുള്ള പേരാണ് ഉണ്ടാവേണ്ടത്. അതിൽ പേരിൻ്റെ ആദ്യ ഭാഗം എന്തായിരിക്കും? ജീനസ് നാമം. എന്താണ് ഈ ജീനസ്? നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചു അല്ലേ? സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ അങ്ങനെ പഠിച്ചില്ലേ? അല്ലെ ജീനസ് ആയിട്ട് വരുമല്ലോ. ആ ജീനസ് ആയിട്ട് വരുന്ന ഭാഗമായിരിക്കണം പേരിൻ്റെ ആദ്യ ഭാഗത്ത് വെക്കേണ്ടത്. 2ാം ഭാഗത്തോ സ്പീഷ്യസിൻ്റെ പേര്. പക്ഷെ നമ്മൾ സ്പീഷ്യസ് എന്ന് പറയുമ്പോൾ നായ, പട്ടി, പൂച്ച അങ്ങനെയല്ല എഴുതുക, അതിന് സയൻറ്റിഫിക് നെയിം ഉണ്ട്, അതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പേരിൻ്റെ ആദ്യ ഭാഗം ജീനസ് നാമായിരിക്കും, 2ാം ഭാഗം സ്പീഷ്യസ് നാമായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇത് ഓർത്ത് വയ്ക്കുക, പേരിൻ്റെ ആദ്യ ഭാഗം ജീനസും 2ാം ഭാഗം സ്പീഷ്യസും ആയിരിക്കും. അപ്പോൾ അടുത്ത നിയമമാണ്, നമ്മൾ എഴുതുമ്പോൾ ഈ ജീനസ് നാമമാണല്ലോ ആദ്യം വരിക. ഈ 1ാമത്തെ വാക്കിൻ്റെ 1ാമത്തെ അക്ഷരം ക്യാപിറ്റൽ ആയിരിക്കണം, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ.
ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. ബാക്കി എല്ലാം എന്തായിരിക്കും? സ്മോൾ ലെറ്റർ ആയിരിക്കും. അതൊരു നിയമമാണ്, അങ്ങനെ തന്നെ എഴുതുന്ന നിയമമുണ്ട്. പിന്നെ അച്ചടിക്കുമ്പോൾ ഇറ്റാലിക്സിൽ അച്ചടിക്കണം. എന്താണ് ഇറ്റാലിക്സ്? നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചില വാക്കുകൾ ചെരിഞ്ഞ വാക്കുകൾ കണ്ടില്ലേ? ബോൾഡ് ആക്കാൻ അറിയാമല്ലോ നമുക്ക്, ബോൾഡ് ആക്കാൻ അറിയാം. അതേപോലെ ഇറ്റാലിക്സ് ഉണ്ടാവും. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയതും ചെരിച്ചെഴുതുക, അതാണ് ഇറ്റാലിക്സ്. അപ്പം നമ്മൾ അച്ചടിക്കുന്ന സമയത്ത് എഴുതുമ്പോൾ വേണ്ട, അച്ചടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റാലിക്സിൽ വേണം അച്ചടിക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഉദാഹരണം നോക്കാം. ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. മനുഷ്യൻ അല്ലേ? നമ്മൾ മനുഷ്യന്മാരുടെ സയൻറ്റിഫിക് നെയിമാണ്, ഇത് അറിഞ്ഞിരിക്കണം. ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ്. അപ്പോൾ നോക്കൂ, ഇത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ ചെരിച്ചെഴുതിയിട്ടുണ്ട് അല്ലേ? മലയാളത്തിലും ചെരിച്ചെഴുതിയിട്ടുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെരിച്ചിങ്ങനെ എഴുതും. ഈ ചെരിച്ചെഴുതുന്ന വിളിക്കുന്ന പേരാണ് ഇറ്റാലിക്സ്. അതേപോലെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ക്യാപിറ്റലാണ്. ബാക്കിയെല്ലാം എന്താണ്? സ്മോൾ ലെറ്റർ ആണ്. അതേപോലെ ഈ ഹോമോ പറയുന്ന വാക്ക് എന്താണ്? ജീനസും. സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഷീസും ആണ്. അപ്പം മനുഷ്യന്മാരുടെ സയൻറ്റിഫിക് സ്പീഷീസ് നെയിമാണ് സാപ്പിയൻസ്. സാപ്പിയൻസ് എന്ന് പറഞ്ഞപ്പോൾ ആരാണ്? മനുഷ്യന്മാർ. ഈ മനുഷ്യന്മാരെ അടങ്ങുന്ന ജീനസ് ഉണ്ടാവുമല്ലോ, ആ ജീനസ് പെടുന്ന എല്ലാ ജീവികളുടെയും തുടങ്ങുക ഹോമോ വെച്ചായിരിക്കും. മനുഷ്യന്മാരുടെ കുടുംബത്തില്, മനുഷ്യന്മാരുടെ ജീനസിൽ വേറെ ജീവി ഉണ്ടെങ്കിൽ ഈ ഹോമോ പറഞ്ഞ വാക്ക് ചിലപ്പോൾ വേറെ ജന്തുക്കൾക്കും വരും. പക്ഷെ സാപ്പിയൻസ് പറഞ്ഞാൽ ആർക്ക് മാത്രമേ വരുള്ളൂ? മനുഷ്യന്മാർക്ക് മാത്രമേ വരൂ. കാരണം ഇതെന്താണ്? സ്പീഷീസ് നാമാണ് അല്ലേ? അപ്പോൾ ഹോമോ സാപ്പിയൻസ് ആണ് മനുഷ്യന്മാരുടെ ശാസ്ത്രീയ നാമം. കാരണം ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ പേര് ഓർത്ത് വെക്കുക. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യൻ. അതിൽ ഹോമോ പറഞ്ഞ ഭാഗം ജീനസും, സ്പീഷീസ് എന്ന് പറഞ്ഞ ഭാഗം, സാപ്പിയൻസ് പറഞ്ഞ ഭാഗം സ്പീഷീസും ആയിരിക്കും. ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ തെങ്ങ്, നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. ഈ തെങ്ങിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? പഠിച്ചു വെക്കുക. കൊക്കോസ് ന്യൂസിഫറ. എന്താ പേര്? നമ്മളിപ്പോൾ എവിടെ പോയിട്ടും തെങ്ങ് എന്ന് പറഞ്ഞാൽ വേറെ നാട്ടിൽ പോയാൽ മനസ്സിലാവും. പക്ഷെ കൊക്കോസ് ന്യൂസിഫറ എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് പഠിച്ച ആൾക്കാണെങ്കിൽ മനസ്സിലാവും അതെന്താണ്? തെങ്ങാണെന്ന് മനസ്സിലാവും. അപ്പം എന്താ പേര്? കൊക്കോസ് ന്യൂസിഫറ. ഇതിൽ കൊക്കോസ് പറഞ്ഞ വാക്ക് അതിൻ്റെ എന്താണ്? ജീനസ് നാമവും ന്യൂസിഫറ പറഞ്ഞ വാക്ക് അതിൻ്റെ സ്പീഷീസ് നാമമാണ്. അടുത്തത് കടുവ. കടുവ എന്താണ്? പാന്തറ ടൈഗ്രസ്. എന്താ പേര്? പാന്തറ ടൈഗ്രസ്. പാന്തറ ടൈഗ്രസ്. പാന്തറ പറഞ്ഞ ജീനസ് നാമം, ടൈഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഷീസ് നാമം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മൊഡ്യൂൾ നമുക്ക് നോക്കാൻ. അപ്പോൾ ജസ്റ്റ് നമുക്ക് നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞു? പണ്ടത്തെ പഴയ പുരാതന കാലം മുതൽക്കേ നമ്മൾ ജന്തുക്കളെ ഇങ്ങനെ തരംതിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ തിരിക്കൽ ആരുടെ ആയിരുന്നു? അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? ജീവികളെ ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തം അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. രണ്ടാമത് ജോൺട്രേ എന്ത് ചെയ്തു? സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. മൂന്നാമത്തത് തിയോഫ്രാസ്റ്റസ് സസ്യങ്ങളിൽ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ തരംതിരിച്ചു. പിന്നീട് ഏണസ്റ്റ് ഹെക്കൽ ജീവികളെ അനിമേലിയ, പ്ലാന്റ്, പ്രൊട്ടിസ്റ്റ എന്നിങ്ങനെ 3 കിങ്ഡങ്ങളായി തരംതിരിച്ചു. പിന്നെ വന്നു ആരുടെ പിതാവ്? ടാക്സോണമിയുടെ പിതാവ് ആരാണ്? കാൾ ലിനേയസ്. നമ്മൾ ടാക്സോണമി എന്താന്ന് പറഞ്ഞു? എന്താണ്? ആ വർഗീകരണ ശാസ്ത്രത്തിൻ്റെ ആ ശാസ്ത്രശാഖയാണ് എന്ത്? ടാക്സോണമി അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും അടിസ്ഥാനം ആരാണ്? സ്പീഷീസ് ആണ്. ഏറ്റവും മുകളിൽ ആരാണ്? നമ്മളെ ഫ്ലോ ചാർട്ട് ആ ഒരു ഡയഗ്രത്തിൽ കണ്ടു. താഴെ സ്പീഷീസും മുകളിൽ ആരാണ്? കിങ്ഡമാണ്. പിന്നെ ഓരോ ഘട്ടത്തിൽ നമ്മൾ എന്താ വിളിക്കുക? ഓരോ സ്റ്റെപ്പിനും വിളിക്കുന്ന പേരാണ് ടാക്സ. പിന്നെ 2 തരം വർഗീകരണ രീതി നമ്മൾ പഠിക്കുന്നുണ്ട്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആൻഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരെ കൊണ്ടുപോകുന്നത്? കാൾ ലിനേയസ്. ഏതൊക്കെയാണ് 2 കിങ്ഡം? പ്ലാന്റ്, അനിമേലിയ. പക്ഷെ അതിന് കുറേ പരിമിതികളുണ്ടായിരുന്നു. അപ്പോഴാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് റോബർട്ട് എച്ച് വിറ്റാക്കർ. മുണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. പേരുകൾ മാത്രം ഓർത്ത് വയ്ക്കാവുന്ന കേട്ടോ. മുണീറ മാത്രമാണ് എന്ത്? പ്രോകാരിയോട്ട്. ബാക്കി എല്ലാവരും എന്താണ്? യൂകാരിയോട്ട്. ഇതൊന്നും പഠിച്ചു വെച്ചില്ലെങ്കിലും പേരുകളെങ്കിലും ഓർത്ത് വെക്കണം കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻ വരും. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ
ഉൾപ്പെടാത്ത വിഭാഗം ഏത്, ഉൾപ്പെടാത്ത കിങ്ഡം ഏത്, അല്ലെങ്കിൽ ഉൾപ്പെടുന്ന കിങ്ഡങ്ങൾ ഏത്, അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അവിടെ. അപ്പം എന്ത് ചെയ്യണം, ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത് കാളിനിയസ് ആണ്. ആ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ എഴുതേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, നിയമാവലി എന്ന് ഓർത്ത് വയ്ക്കുക. എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, 2 ഭാഗം ഉണ്ടാവണം. 1-ാം ഭാഗം ജീനസ്, 2-ാം ഭാഗം സ്പീഷ്യസ്. പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എങ്ങനെയായിരിക്കണം, ക്യാപിറ്റൽ ആയിരിക്കണം. പിന്നെ ബാക്കിയല്ല സ്മോൾ ലെറ്റർ ആയിരിക്കണം കേട്ടോ. പിന്നെ മനുഷ്യൻ്റെ പറഞ്ഞു, മനുഷ്യൻ്റെങ്കിലും ഓർത്ത് വയ്ക്കണം. മനുഷ്യൻ്റെ ഏതാണ്, ഹോമോസാപ്പിയൻസ്. ഹ്യൂമൻസ് ഏതാണ്, ഹോമോസാപ്പിയൻസ്. അപ്പം ഇത്ര ഭാഗമാണ് നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻ, വർഗീകരണം എന്ന നമ്മുടെ ടോപ്പിക്കിൽ കവർ ചെയ്യാനുള്ള ഭാഗങ്ങൾ. സോ താങ്ക് യു.